നല്ലോണം നോക്കിയിരുന്ന സമയത്ത് ഉണ്ടാവാത്ത കയ്പ്പയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൈൻഡേ ചെയ്യാണ്ടായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കായൊക്കെ തരുന്നുണ്ട്. പിന്നെ മണ്ണൊക്കെ കുടഞ്ഞ് ഇട്ടിട്ട് കവറിലൊക്കെ ആക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അന്ന് തുടങ്ങിയ മഴയാണ്. അതുകൊണ്ട് ഇതുവരെ അതൊന്നും കവറിലാക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഈ പൂവ് കുറച്ച് കട്ടിയുള്ള നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു ടൈപ്പും നമ്മളുടെ ഇവിടെയൊക്കെ കാണും, പക്ഷെ അത് കുറച്ചുകൂടി നല്ലതാണ്. ഈ ചിക്കു അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പറിക്കാനാകുമായിരിക്കും. പിന്നെ ബോഗൺവില്ലൊക്കെ വീണ്ടും പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലിടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ വന്നിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇല മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മാവാണെങ്കിൽ കുറച്ച് മുന്നേ പൂത്തതായിരുന്നു. കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായി, പക്ഷേ അതെല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്പോൾ വീണ്ടും ആരും കാണാതെ ഒരു മുക്കിൽ പോയിട്ട് പൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ പറിച്ച് നടാനുള്ള തൈകളാണിതൊക്കെ. ഞാനിവിടെ എത്ര ചെയ്തിട്ടും നേരം പോലെ ഉണ്ടാവാത്തൊരു സാധനമാണ് കേട്ടോ ഈ വേപ്പില. എവിടെയൊക്കെ എങ്ങനെയൊക്കെ നട്ടിട്ടും കാര്യമില്ല, അത് ഉണ്ടാവാറില്ല. പിന്നെ പൈനാപ്പിൾ 3 കായ ഇതിൽ നിന്ന് പൊട്ടിച്ചു, പക്ഷേ വീണ്ടും ഇത് ഉണ്ടാവുന്നതുകൊണ്ട് മുറിച്ചിടാൻ തോന്നിയിട്ടില്ല. പൈനാപ്പിൾ ഉണ്ടാകുമ്പോൾ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള പൈനാപ്പിൾ ഉണ്ടാവാറ് കേട്ടോ. പിന്നെ അരിനെല്ലിക്കയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല, ഇപ്പോൾ വളരെ ശോകമാണ്, തീരെ കായ ഉണ്ടാവുന്നില്ല. ഇതുപോലെ 1-2 കായ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എന്താ പറ്റിയെന്നറിയില്ല കേട്ടോ. നിറയെ കായ്ച്ചിരുന്ന ഒരു മരമാണ്. പിന്നെ ഇരുമ്പാമ്പുളി അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇല ഉള്ളതുകൊണ്ട് കാണാത്തതാണ്. കുരുമുളകാണെങ്കിൽ വലിയ ഉഷാറില്ല. ഒരു തൈയാണെങ്കിൽ മൊത്തത്തിൽ ഉണങ്ങിപ്പോയി. ബാക്കിയുള്ളത് ഇപ്പോൾ ഈ നിൽപ്പ് നിൽക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ വീട്ടിലേക്ക് വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പറമ്പിൽ ഇറങ്ങിയിട്ടുള്ള പണികളൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ നോക്കി നടക്കുന്നു ഒക്കെ ഉള്ളൂ കേട്ടോ. കവറെല്ലാം മണ്ണൊക്കെ ഒഴിവാക്കി ഇട്ടതാണെങ്കിൽ കാറ്റിന് പറന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ട് കിടക്കുകയാണ്. വിളവെടുപ്പൊക്കെ കുറവാണ്, ഒന്നും ഇപ്പം അങ്ങനെ പിടിക്കുന്നില്ല. മുമ്പ് മഴ ഉണ്ടായിട്ട് പിന്നെ ഇപ്പോൾ വെയിൽ വന്ന് ഒന്ന് റെഡി ആയിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴയാണ്. ഇന്നത്തെ വിളവെടുപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ വീട്ടിലേക്ക് കയറിയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, കുയിലാണെങ്കിൽ ഒരു സ്വൈര്യം തരുന്നില്ല എന്നെ കാണാനായിട്ട്. മറ്റത് അവരെ ബഹളമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ചുമ്മാ പറയണതാണ്. ഇന്ന് ഭയങ്കര ബഹളമായിരുന്നു കുയിലിൻ്റെ. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല.